പത്തനംതിട്ട ഓമല്ലൂരിൽ വീടിനുള്ളിൽ കയറി തെരുവുനായ കുഞ്ഞിനെ ആക്രമിച്ചു. 3 വയസ്സുകാരി സുകന്യയുടെ കണ്ണിനാണ് കടിയേറ്റത്. അടുക്കള വാതിൽ വഴി വീടിനുള്ളിൽ കടന്നായിരുന്നു നായയുടെ ആക്രമണം. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേർന്നു. ശ്രീരാജ്, വളരെ സങ്കടകരമായതും അതുപോലെ തന്നെ ആശങ്കയുണ്ടാക്കുന്നതും ഒരു കാര്യമാണ്. ഈ കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? പരിക്ക് ഗുരുതരമാണോ? വിവരങ്ങൾ. ഷാമിലി 12:30യോടെയാണ് ഈ കുട്ടിയെ വീടിനുള്ളിൽ കയറിയ തെരുവുനായ ആക്രമിച്ചത്. മുഖത്ത് കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. കണ്ണിന് തൊട്ട് താഴെയിട്ടാണ് കനത്ത ഒരു മുറിവ് സംഭവിച്ചത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ആദ്യമേ എത്തിച്ചെങ്കിലും തന്നെ പരിക്ക് ഗുരുതരമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോകുന്ന വഴി കുട്ടി ഛർദ്ദിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് കോഴഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ചും ചികിത്സ നൽകുകയും പെട്ടെന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് രാവിലെയും ഇതേ പ്രദേശത്ത് തന്നെ ഒരു വൈദികനെ തെരുവുനായ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തെരുവുനായ ശല്യം ഈ പ്രദേശത്ത് രൂക്ഷമാണ്. ഇന്ന് രാവിലെ 12:30യോടുകൂടിയാണ് ഈ കുട്ടിക്ക് കടിയേറ്റത്. കുട്ടി വീടിനുള്ളിലായിരുന്നു. വീട്ടിനുള്ളിലേക്ക് അടുക്കള വശത്തൂടെ കയറിയ തെരുവുനായ വീട്ടിനുള്ളിലേക്ക് കയറുകയും ഈ കുട്ടിയെ കടിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശത്ത് നമ്മൾ ഇവിടെ എത്തിയ സമയത്തടക്കം ഇവിടെ തെരുവുനായയുടെ വലിയ സാന്നിധ്യമുണ്ട്. അത്തരത്തിൽ പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ്. ചേച്ചി, എങ്ങനെ എപ്പോഴായിരുന്നു ഈ തെരുവുനായ ഈ സംഭവം ഉണ്ടായത്? 9 മണിയൊക്കെയാണ് ഞാൻ അറിയുന്നത് മുക്കിനൊരാളെ കടിച്ചു എന്ന്. അത് കഴിഞ്ഞ് ഇതുവഴിയാണ് അത് കടന്നുപോയ അച്ഛനെ കടിച്ചത്. ഇപ്പം ഒരു കൊച്ചു 3 വയസ്സുള്ളതെന്നാണ് പറയുന്നത്. എനിക്ക് ശരിക്കും പ്രായം അറിയത്തില്ല. അതിനെ കടിച്ച് അതിനെ ഇവിടെ എടുത്തില്ല, കോട്ടയത്ത് കൊണ്ടുപോയി. ഈ സ്ഥലത്ത് തെരുവുനായയുടെ ശല്യം ഉണ്ട്. രാത്രി പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം രാത്രി ആയാൽ ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു പൂച്ചയെ കടിച്ചു കൊന്നു. അതൊത്തിരി ഇഷ്ടം പോലെ ഒരു 5-6 പട്ടികളെങ്കിലും രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ശബരിയതാണ് ഈ തെരുവുനായയുടെ ശല്യം എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഓമല്ലൂർ പ്രദേശത്തുമുണ്ട്. 2 പേരെയാണ് ഇന്നത്തെ ദിവസം തന്നെ തെരുവുനായ കടിച്ചത്. ആദ്യം രാവിലെ 9:30യോടുകൂടി ഒരു വൈദികനെ കടിക്കുന്നു. തുടർന്ന് അല്പസമയം മുൻപ് 12:30യോടുകൂടി ആണ് 3 വയസ്സുകാരിയായ സുകന്യയെ കടിച്ചത്. സുകന്യയെ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ശ്യാമിലി, ശരി, വന്ന് റോഡിൽ മാത്രമല്ല സുരക്ഷിതമായി വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ശ്രീരാജ് ബാബു വിവരങ്ങൾ നൽകിയത്.